ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു shameeskitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നല്ല സൂപ്പറായിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. കടല വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് നമ്മൾ ഈ കടലക്കറി തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ shameeskitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ കടലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 150 ഗ്രാം അളവിൽ കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കടലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കറുത്ത കടലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കടല വന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 150 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10ഓളം ചെറിയുള്ളിയും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തേങ്ങ ചേർക്കുകയാണ്. കട്ട് ചെയ്തല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ചേർക്കണം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്മൂത്തായിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു കുക്കർ എന്ന അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 2 ഏലക്കയും ഒരു 3-4 ചെറിയ പീസ് അളവിൽ കറുവാപ്പട്ടയും 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ വയനയിലയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയും കൂടിയാണ്. അത്യാവശ്യം വലിയ സവാളയിൽ ഒരേ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. പച്ചമുളകും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. വെള്ളമൊന്നും ചേർക്കാതെ വേണം മസാലക്കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ, അതായത് നമ്മുടെ ഈ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലൈറ്റായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. ഇതിപ്പോൾ പകുതി അളവിൽ നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വഴണ്ടി കിട്ടാനായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും മസാലയുടെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണയെല്ലാം ലൈറ്റായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ മുളക് പൊടിയുടെ ബാക്കിയുള്ള മസാലകളുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ കടല ചേർക്കാവുന്നതാണ്.
കടലയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇത്രയും വെള്ളം നമുക്ക് തികയില്ല, കാരണം ഈ കടലയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഒരുപാട് ഇതൊന്ന് കുറുകിപ്പോകും. അതിൻ്റെ പേരിലാണ് 1 കപ്പ് അളവിൽ കൂടി വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. എത്രത്തോളം ഗ്രേവി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയാണ് നമ്മുടെ ഈ കടലക്കറി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരട്ടെ. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു സമയത്ത് തുറക്കാൻ വേണ്ടി നിൽക്കരുത്, അല്ലെ പ്രഷർ കളയുകയും ചെയ്യരുത്. ഈ കംപ്ലീറ്റ് പ്രഷർ തനിയെ ഇരുന്നൊന്ന് പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഈ കടലയിലേക്ക് നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. കടലയും നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ കടലക്കറി എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി ആയിരിക്കും എന്ന്. ഞാൻ പറഞ്ഞതുപോലെ കറുത്ത കടലയിലോ വെള്ളക്കടലയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു കടല വെച്ച് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു കടലക്കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. എത്ര സിമ്പിളായിട്ടും എത്ര രുചികരമായിട്ടാണല്ലേ നമ്മൾ ഈ കടലക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു കടലക്കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ friends. Ta-ta.